ഇന്ന് നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് ഇളം ചൂടുള്ള 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈസ്റ്റ് നല്ല പോലെ ആക്റ്റീവ് ആകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. പിന്നെ ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു നനഞ്ഞ കോട്ടൺ തുണി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 2 മണിക്കൂർ റെസ്റ്റിന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ കട്ട് ചെയ്തത്, പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത്, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, പിന്നെ 3 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മയോണൈസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി സ്റ്റൗവിൽ അടികട്ടിയുള്ള ഒരു പാത്രം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാകാൻ വെക്കാം. ഇനി മാവ് 2 ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ കുറച്ച് പൊടിയിട്ടിട്ട് നീളത്തിലൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ടൊമാറ്റോ സോസ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ആ ഫില്ലിങ്ങിൻ്റെ പകുതി ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് ചീസാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം ഒറിഗാനോയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് കട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 അറ്റവും പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരടപ്പിലേക്ക് അല്പം നെയ്യ് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പൊടിയിട്ടിട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതിയെ എടുത്ത് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് ടൊമാറ്റോ സോസ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നേരത്തെ ചൂടാകാൻ വെച്ച ആ പാത്രത്തിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയേ. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയായ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.